ആക്ച്വലി ആസിഫിന്റെ കൊച്ചിന്റെ ബോഡി കാണുന്ന സീക്വൻസ് അത് ആക്ച്വലി റീഷൂട്ട് ചെയ്തു. ഒരിക്കലും എഴുതാതെ നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു നല്ല സിനിമ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഓക്കെ ഒരു ആവറേജ് മൂവീനെ ചിലപ്പോ ജസ്റ്റ് എബോവ് ആവറേജ് ആക്കാൻ ചിലപ്പോൾ എഡിറ്റിംഗിൽ പറ്റുമായിരിക്കും. പ്രശ്നം ഇതാണ്, അവര് ഒരു വളരെ സമയമെടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസിനെ നമുക്ക് ചിലപ്പോൾ വളരെ ചെറിയൊരു പോയിന്റ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ചില സീക്വൻസുകളിൽ ലീഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിലും ചിലരെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും, ചില സീക്വൻസുകൾ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അവർക്കൊന്നും അത് എന്താ പറയാ സഹിക്കാൻ പറ്റില്ല, കാരണം അവരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അതൊക്കെ എഡിറ്റിംഗ് എന്താ പറയാ ചീത്ത കേൾക്കുന്ന സമയങ്ങളാണ്. സിനിമയിൽ നമ്മൾ കാണുന്നതിന് മുന്നേ കണ്ട് നമുക്ക് വേണ്ടി സെറ്റാക്കി തരുന്ന ഒരു ടീമാണ് എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മലയാള സിനിമയില് തിളങ്ങി നിൽക്കുന്ന കത്തി നിൽക്കുന്ന ഒരു എഡിറ്ററാണ് ഇതെന്റെ കൂടെ ഉള്ളത്. കിഷ്കിന്ധാകാന്ഡം പോലെയുള്ള സിനിമകൾ നമുക്ക് തന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഡിറ്റർ സൂരജ് ES ആണ്. സൂരജ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എന്താണ് പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാ? പുതിയ പ്രൊജക്ട്സ് ഇപ്പൊ കിഷ്കിന്ധാകാന്ഡത്തിന്റെ അതേ ടീം തന്നെ അടുത്ത പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ടൈറ്റിലൊന്നും അനൗൺസ് ചെയ്യാറായിട്ടില്ല, ടൈറ്റിലൊക്കെ ആവുന്നേ ഉള്ളൂ. ഇന്നലെ അതിന്റെ പൂജ കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് അത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നടക്കാനിരിക്കുന്നത്. ഓൾറെഡി ഒരു ഫിലിം എഡിറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് ഞാൻ പിടിക്കാറില്ല, സമാധാനമാണ് ആഗ്രഹം. എഡിറ്റിംഗ് ശരിക്കും സമാധാനമുള്ള ജോലിയാണ്? എഡിറ്റിംഗ് സമാധാനമുള്ള ജോലിയല്ല, കാരണം എന്താ പറയാ, ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോ ശരിക്കും നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ തീർക്കുക എന്ന് പറയുന്നത് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കണ്ടന്റുകൾ എഡിറ്റിൽ വരികയും ചെയ്യും. അതായത് എല്ലാത്തിന്റെയും ചുമതല ഗ്രാഫിക്സ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഇതെല്ലാം പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വേണം പോവാനായിട്ട്. അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന് ക്യാമറ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവർക്ക് ഒരു കുറെ ഫ്രീ ടൈം കിട്ടും. ഇപ്പൊ ക്യാമറാമാൻ ആണെങ്കിൽ കുറെ ദിവസം ഫ്രീ ടൈം കിട്ടും, പിന്നെ കളറിംഗ് സമയത്തൊക്കെ വേണ്ടി വരും. എഡിറ്റിംഗ് അങ്ങനെയല്ല, അതായത് ഷൂട്ട് തുടങ്ങിയ ഒന്നാമത്തെ ദിവസം തൊട്ട് ഇവൻ കണ്ടന്റ് OTTക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ ശരിക്കും പറഞ്ഞ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. സമാധാനം തീരെയില്ലാത്തൊരു ജോലിയാണെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ മതി. അത് ഈ പറഞ്ഞ പോലെ തലവേദനയായിട്ട് കണ്ടാൽ തലവേദനയാണ്, അതല്ല നമ്മളതിനെ സന്തോഷത്തോടെ കണ്ടാൽ അങ്ങനെയാണ്. അല്ല, സാധാരണ നമ്മള് ലൈഫിൽ ഉൾപ്പെടെ പറയുന്ന കാര്യം എഡിറ്റിംഗ് ഉള്ളതാണ് സമാധാനം എന്നാണ്, അല്ലേ? എഡിറ്റിംഗ് ഉണ്ടല്ലോ, അങ്ങനെ സമാധാനിക്കാമല്ലോ ഇങ്ങനെ പറയും. അല്ല, കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു എന്താ പറയാ, നമുക്ക് എന്തിനേയും പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ശരിക്കും ഡിജിറ്റലായി ഇപ്പൊ ശരിക്കും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് കുറെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സമയമുണ്ട്, പ്രോപ്പറായിട്ട് കണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ ഒരു പ്രശ്നം അതായിരുന്നു ശരിക്കും. അതായത് എഡിറ്റിംഗ് നമുക്ക് കണ്ടന്റ് കാണണമെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ സ്റ്റുഡിയോസിൽ തന്നെ പോയിട്ട് കാണണം. പ്രസാദ് സ്റ്റുഡിയോസോ അങ്ങനെയുള്ള വലിയ ഫിലിം സ്റ്റുഡിയോസിൽ പോയിട്ട് കാണണം. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എഡിറ്റ് ചെയ്ത നേരെ ഡയറക്ടർക്ക് വാട്സപ്പിൽ കാണാം, അല്ലെങ്കിൽ പ്രൊജക്ടറിൽ കാണാം. അങ്ങനെ കാണാനുള്ള അവസരങ്ങളും പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലാണ്, കുറച്ചുകൂടി ഈസി ആയി അല്ലേ? ഉറപ്പായിട്ടും പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് എളുപ്പമായി, ജോലിയും എളുപ്പമായി. ഇനിയിപ്പോ ഈ AI എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എനിക്ക് ക്രിയേറ്റീവ് സാധനങ്ങൾ സംസാരിക്കുമ്പോ AI കൊണ്ടുവരുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ചോദിക്കുകയാണ്, ഈ AI ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു? എഡിറ്റിംഗ് എന്ന ജോലിയെ അല്ല, റീപ്ലേസ് ചെയ്യല്ല, നമ്മള് മനുഷ്യന് എന്ത് ടൂള് കയ്യിൽ കിട്ടിയാലും മനുഷ്യനെ അത് വെച്ചിട്ട് ജീവിക്കും. അങ്ങനത്തെ അത്തരത്തിലൊരു ജീവിയാണ് മനുഷ്യൻ. അപ്പൊ AI നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു ചിലപ്പോ അടുത്ത ലാംഗ്വേജ് ആയിരിക്കും. നമ്മളിപ്പോ എന്താ പറയാ, വേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത ജനറേഷൻ ചിലപ്പോൾ ഇതൊരു ലാംഗ്വേജ് ആയിരിക്കും. പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു ബേസിക് ലാംഗ്വേജ് ആവും ചിലപ്പോൾ. ഉറപ്പായിട്ടും അത് വെച്ചിട്ട് മനുഷ്യൻ ജോലികൾ കണ്ടുപിടിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോഴും ഈ ഹാൻഡ് മെയ്ഡ് എന്നുള്ള സംഗതികൾക്ക് അപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. നമ്മളിപ്പോഴും എന്താ പറയാ, മെഷീൻ സ്റ്റിച്ചിനേക്കാൾ കൂടുതൽ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി പൈസ കൂടുതൽ കൊടുക്കുക ഹാൻഡ് മെയ്ഡിനായിരിക്കും. അങ്ങനെ ചിലപ്പോ അതിൽ നിന്നും യൂണിക് ആയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്ന ചോദ്യം കിഷ്കിന്ധാകാന്ഡത്തെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോ നമ്മള് ഈ എഡിറ്റിംഗ് കുലപതി അല്ലെങ്കിൽ ഗോട്ട് എന്നൊക്കെ പറയുന്ന ശ്രീകർ പ്രസാദ് സാറ് വെൽ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും യാതൊരു മുഖവുരയും ഇല്ലാതെ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഈ അടുത്ത് കണ്ട സിനിമ കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞു. അത് ശരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓസ്കാർ പോലെയാണ്, അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ട് നമ്മുടെ സിനിമയെ കുറിച്ച് അറിയാത്ത സമയത്ത് തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു പേരാണ്.
പേര് പഴയ തമിഴ് ഫിലിമൊക്കെ കാണുമ്പോൾ തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു പേരാണ് ശ്രീകർ പ്രസാദ്. അതുപോലെ നമുക്ക് കൂടുതൽ റെസ്പെക്ട് കൂടുതൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അതായത് നമുക്കറിയാത്തൊരു ഭാഷയിൽ അവിടുത്തെ സ്ലാങ് എങ്ങനെ മനസ്സിലാക്കുന്നു, അവിടുത്തെ കൾച്ചർ എങ്ങനെ മനസ്സിലാക്കുന്നു, ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടത്. ഇപ്പൊ തമിഴ്നാട്ടില് ഏതെങ്കിലും റിമോട്ട് ആയിട്ടുള്ള സ്ഥലത്ത് നടക്കുന്ന കഥ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ നന്നായിട്ട് അവിടുത്തെ കൾച്ചർ അറിയുന്ന ഒരു ആൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ എല്ലാ ലാംഗ്വേജിലും സിനിമകൾ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ഭയങ്കര അത്ഭുതമാണ് ശരി. അപ്പൊ അങ്ങനെ ഒരാളുടെ അത്തരത്തിലൊരു വാക്ക് കേൾക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമാണ്. ശരിക്കും കിഷ്കിന്ധാകാന്തത്തെ കുറിച്ച് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട ഒരു അപ്രിസിയേഷൻ അതാണ്. എനിക്കും കേട്ടപ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷം തോന്നി, നമുക്കൊരു അഭിമാനം തോന്നി. അപ്പൊ അങ്ങനെ ഇതല്ലാതെ മറ്റ് അപ്രിസിയേഷനുകൾ ഏതൊക്കെയാ മനസ്സിലിരിക്കുന്നത്? പ്രധാനമായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് വിളിച്ചു. സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഡയറക്ടേഴ്സ് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അതിന്റെ ബേസിൽ കുറെ ഈ എന്താ പറയുക, ഇതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇതിന്റെ റൈറ്ററും പാവനും ഡയറക്ടറും രഞ്ജിത്തും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. തലവന്റെ സമയത്ത് പറഞ്ഞിരുന്നു. അതായത് സ്ക്രിപ്റ്റിൽ എഡിറ്റിംഗ് ധാരാളം നടന്നിരുന്നു. ആദ്യമേ ഷൂട്ടിന് മുന്നേ തന്നെ നടന്നിരുന്നു. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ട് കുറെ കോൾസ് അങ്ങനെ വന്നു. ഏകദേശം കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിട്ട് ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിച്ചു. അപ്പൊ അതിനെല്ലാം ഈ പറഞ്ഞ പോലെ എഡിറ്ററുടെ ഇൻവോൾവ്മെന്റ് ഷൂട്ടിന് മുന്നേ വേണം എന്നുള്ളൊരു അതുപോലെ റേറ്റിൽ ചെയ്തിട്ട് കുറെ കോൾസ് വന്നു. അപ്രീസിയേഷൻ അല്ല പറയണം, ഇൻഡസ്ട്രി റിലേറ്റഡ് കുറെ കോൾസ് വന്നു. പിന്നെ ഇത് ഈ കഥ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യന് വായിക്കാനോ അല്ലെങ്കിൽ അത് പിന്നീട് കാണാനോ പറ്റാത്ത തരത്തിലുള്ള ഒരു കഥയാണ്. അത്രയും ഡാർക്ക് ആൻഡ് ഡീപ്പാണ് കിഷ്കിന്ധാകാന്ഡം അല്ലെ? അപ്പൊ ഇത് ഫസ്റ്റ് വായിക്കുമ്പോ നമ്മളാണല്ലോ ആദ്യം വായിക്കുന്നേ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് വായിച്ചപ്പോ കിട്ടിയിട്ടുള്ള ഒരു റിസപ്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് സ്ക്രിപ്റ്റുകൾ പലതരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വരും. അതായത് ചിലപ്പോ നമുക്ക് വായിക്കുമ്പോ ഭയങ്കര ഇഷ്ടപ്പെടും സ്ക്രിപ്റ്റ്, പക്ഷെ സിനിമ ചെയ്തു വരുമ്പോ അത്ര നന്നാവില്ല. പിന്നെ വളരെ നന്നാവും, സ്ക്രിപ്റ്റ് നന്നാവും, ചെയ്തു വരുമ്പോഴും നന്നാവും, പക്ഷെ ആരും സിനിമ കാണാൻ അത് ചിലപ്പോ എന്തോ കാണാൻ ശ്രമിക്കില്ല. അതല്ലെങ്കിൽ അതൊരു ആക്സെപ്റ്റൻസ് ഇല്ലാത്ത സബ്ജക്ട് എന്നൊക്കെ പറയട്ടത്. അപ്പോ പേടിയുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഡാർക്ക് സബ്ജക്ട് വരുമ്പോ മലയാളികൾക്ക് പൊതുവെ കാണാൻ മടിയുള്ള ഒരു ഏരിയ. പക്ഷെ അതിലുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ആരും മോശം ആൾക്കാരല്ല. മീൻസ് എല്ലാവരും, ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്ക് നല്ലത് വരണം എന്ന് ബിഹേവ് ചെയ്യുന്നവരാണ്. അതായിരുന്നു എനിക്ക് ആ സിനിമയുടെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയത്. ഇപ്പൊ അപർണയുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അച്ഛനെ സംശയിക്കുന്നത് ഒരിക്കലും അച്ഛനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് അതിലുണ്ടായിരുന്നു. അതിലത്തെ ഒരു ക്രൈം പുറത്തു വന്നാൽ ആ ഫാമിലിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ദൃശ്യത്തിലുള്ളത് പോലെ തന്നെ ഒരു എലമെന്റ് ഉണ്ട്. അന്ന് നമുക്ക് വായിക്കുമ്പോൾ ഒരു ടെൻഷൻ രണ്ടാമത്തെ ഒന്ന് ഇതേ, ഈ ദൃശ്യം പോലെ ആരെങ്കിലും ദൃശ്യം പോലത്തെ സിനിമയാണെന്ന് പറയുമോ എന്നുള്ളതൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഒരു ക്രൈം ആണല്ലോ ചെയ്യുന്നത്, അത് മൂടി വെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതങ്ങൾ അല്ലെ, അതൊക്കെ നമ്മൾ ആലോചിക്കണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ റിലീസിനോട് അടുപ്പിച്ച് കുറച്ച് കൂടുതൽ സമയം എടുക്കുകയും ചെയ്തു നമ്മള്. അതായത് അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് റിലീസ് ആവാൻ ഏകദേശം 1 വർഷത്തോളം സമയം. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ റിലീസിനോട് അടുപ്പിച്ച് ഇങ്ങനെ നമ്മള് ചെറിയ ചെറിയ റിവ്യൂസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം നമ്മളെ അറിയുന്നവർ എപ്പോഴും നമ്മളോട് നന്നായി പറയും. നമ്മളുടെ കണ്ടന്റ് അല്ലെങ്കിൽ അത്രയും ക്ലോസ് സുഹൃത്തുക്കൾ ചിലപ്പോ പറയും ഇന്നത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അല്ലാത്തവര് നന്നായി തന്നെ പറയുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ റിലീസ് ചെയ്ത് മൊത്തം ശരിക്കും പറഞ്ഞ ഇതിലെ എഡിറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ നൈസായിട്ട് അല്ലെ, നമ്മളെ ഈ പറഞ്ഞ പോലെ ഇതും ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ കേട്ടത്, എഡിറ്റേഴ്സ് കൺവിൻസിങ് സ്റ്റാർസ് എന്ന് പറയും. നമ്മളെ എങ്ങനെ ഡീപ്പായിട്ട് കൺവിൻസ് ചെയ്ത് കളയും തുടക്കം തൊട്ട്. അത് കിഷ്കിന്ധാകാന്ഡം എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയം തൊട്ട് പിന്നെ ആ ക്യാമറ ആ ഒരു ഡ്രോൺ ഷോട്ടാ പോണേ, മോളിൽ കൂടെ പോയിട്ടാണ് ആ വീട് നമ്മൾ വൈഡ് ആയിട്ട് കാണിക്കുന്നു. ശരിക്കും വൈഡ് ഷോട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പക്ഷെ ക്ലോസ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ഒരുപാട് ക്ലോസ് ഷോട്ടുകളല്ലേ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്, അത് മനഃപൂർവ്വം അല്ലേ? അത് ഉറപ്പായിട്ടും ഡയറക്ടറും ക്യാമറാമാനും അത്തരം കാര്യങ്ങളിൽ അവർ വളരെ എന്താ പറയാ മുൻവിധികൾ, അവർക്ക് ഇന്ന പോലെ വേണമെന്ന് അവർക്ക് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യൽ മാത്രമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതിന്റെ നീളം, അതായത് ഇപ്പൊ ഒരു കണ്ടന്റിന്റെ ടെമ്പോ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എഡിറ്റർ ചെയ്യണത്.
ടീം വർക്ക് തന്നെയാണ് ഉറപ്പായിട്ടും. അത് ഒരാൾക്ക് മാത്രമായിട്ട് അതിന്റെ ക്രെഡിറ്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അപ്പൊ അത് കുറച്ചുകൂടെ ഒരു അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒരു വൈഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്വാസം വിടാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നൊന്ന് പ്രഷർ നമുക്കൊന്ന് റിലീസ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ തോന്നി. പിന്നെ അതുപോലെ ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മളിങ്ങനെ കണ്ട് കണ്ട് ഇഴുകി അതിലേക്ക് ഇറങ്ങി അങ്ങ് ചെന്നു. പക്ഷെ പിന്നീട് നമുക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു ഇടം പോലും കിട്ടുന്നില്ല. പെട്ടെന്നാണ് അതിന്റെ ഒരു എഡിറ്റിംഗ് പേസ് പോകുന്നത്. അതും നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണോ? അല്ല, സിനിമയുടെ പേസ് ഒക്കെ പർപ്പസ് അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്ത് തന്നെയായിരുന്നു. അതായത് പോസ്റ്റ് എഡിറ്റിൽ നമ്മൾ അങ്ങനെ കുറെ പരീക്ഷണങ്ങൾ ചെയ്തായിരുന്നു. ഓൾറെഡി മ്യൂസിക് ഒക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ കുറെ പ്രയോഗങ്ങൾ ചെയ്തായിരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ മുജീബിന്റെ മ്യൂസിക്കും അതിനെ വളരെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നാവുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതില് ഇപ്പൊ പല സിനിമകളിലും എഡിറ്റേഴ്സിന് ചിലപ്പോ ചില സീനുകൾ കാണുമ്പോഴത്തേക്കും അതൊന്നുകൂടെ ഒന്ന് നന്നാക്കാം, അല്ലെങ്കിൽ ചില സീനുകൾ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോ ആസ് എൻ എഡിറ്റർ ഇപ്പൊ സുരചേട്ടൻ കാണുമ്പോഴത്തേക്കും ആളുടെ ഒരു ക്ലോസ് ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ, കണ്ണിന്റെ ഒരു ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കില്ലേ? പ്രത്യേകിച്ച് ഇപ്പോ ആസിഫിക്കയുടെ ഒക്കെ ചില സീനുകൾ കാണുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ഷോട്ട് ആയിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും സീൻസ് ഉണ്ടോ കിഷ്കിന്ധാകാന്ഡത്തില്? കിഷ്കിന്ധാകാന്ഡത്തിൽ ആക്ച്വലി ആസിഫിന്റെ കൊച്ചിന്റെ ബോഡി കാണുന്ന സീക്വൻസ് അത് ആക്ച്വലി റീഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു തവണ ഷൂട്ട് ചെയ്തിട്ട് ആസിഫ് പറഞ്ഞു പെർഫോമൻസ് പോരാന്ന് പറഞ്ഞിട്ട് അത് റീഷൂട്ട് ചെയ്തു. രണ്ടാമത്തെ ദിവസം വീണ്ടും റീഷൂട്ട് ചെയ്തു. കാരണം മോന്റെ ബോഡി കാണുമ്പോൾ ഇത്രയും ഇന്റൻസിറ്റി പോരാന്ന് പറഞ്ഞിട്ട് പുള്ളി രണ്ടാമത് ഒന്നുകൂടി റീവർക്ക് ചെയ്ത. അപ്പൊ എന്നെ സംബന്ധിച്ച് ആവശ്യത്തിൽ കൂടുതലായിരുന്നു കണ്ടന്റ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ലെങ്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എന്റെ ടാസ്ക് ശരിക്കും. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ടേം ആണ് കില്ലിങ് യുവർ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമായിരിക്കും. ഈ പറഞ്ഞ പോലെ ചിലപ്പോ നമ്മുടെ ഭാഗ്യത്തിന് ഒന്നോ രണ്ടോ ഷോട്ടുകൾ എല്ലാം മനോഹരമായിരിക്കും നമുക്ക്, പക്ഷെ അതെല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലതിനെ നശിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സീൻ വൈസ് നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് പടങ്ങളിൽ. 3 മണിക്കൂർ ഉണ്ടായിരുന്ന കണ്ടന്റിനെ 2.25 ആക്കേണ്ടി വന്നു. 2.25 മണിക്കൂർ. അപ്പൊ അറിയാലോ എത്ര ദിവസത്തെ എഫർട്ട് നമ്മൾ ശരിക്കും കളഞ്ഞേണ്ടി വരുന്നുണ്ട്. അത് ശരിക്കും പ്രൊഡ്യൂസറും ഡയറക്ടറും വില്ലിങ് ആവുകയും കൂടി വേണം. കാരണം അത്രയും ആൾക്കാരുടെ എഫർട്ടാണ്. നമ്മളിപ്പോ ഒരു 3 മണിക്കൂർ സിനിമേനെ മൊത്തം കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കോടികളാണ് ശരിക്കും കണക്കാക്കുമ്പോൾ, അല്ലെ? ആ എഫർട്ട് നമ്മൾ എഡിറ്റബിളില് ശരിക്കും മിസ്സാവുകയാണ്. അപ്പൊ തീരുമാനിക്കാം, അതായത് ഒന്നുകിൽ എഫർട്ട് മിസ്സാക്കണ്ടെന്ന് തീരുമാനിക്കാം. അപ്പൊ ഒരു മേക്കറെ സംബന്ധിച്ചത് ഭയങ്കര ഇമ്പോർട്ടന്റ് കോളാണ്. അതായത് ഇത്രയും സാധനങ്ങൾ നമ്മൾ പ്രേക്ഷകനെ കാണിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ അത് ഉറപ്പായിട്ടും എഡിറ്റിംഗിൽ നമ്മളത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഞാൻ പ്രേക്ഷകനായിട്ടാണ് വാദിക്കുന്നത്. മേക്കറോട് ഞാൻ വാദിക്കുന്നത് ഞാൻ പ്രേക്ഷകനായിട്ടാണ്. അതായത് ഇതിന്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ളത്. എന്താ പറയാ, ഹെൽത്തി വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? നമുക്ക് ഏത് വെക്കണം, ഏത് ഉപേക്ഷിക്കണം എന്നുള്ളതിലുള്ള വാഗ്വാദങ്ങളാണ്. അപ്പൊ ഇതില് ഈ ഡയറക്ടർ തുടക്കം തൊട്ടേ ഈ എഡിറ്റിംഗ് പ്രോസസ്സിൽ തുടക്കം തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്? ഓരോരുത്തർക്കും ഓരോ വർക്കിംഗ് സ്റ്റൈലുകൾ ഉണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ജിബു ജേക്കബിന്റെ കൂടെയായിരുന്നു, വെള്ളിമൂങ്ങ. ജിബു ചേട്ടൻ നോർമലി ഭയങ്കര ആവശ്യത്തിന് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ്. കഥ പറയാൻ വേണ്ടിയിട്ട് ക്യാമറാമാനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയാം ഷോട്ടുകൾ ഏതുവരെ പോകും ഏതുവരെ പോവില്ല. ഷോർട്ട് ഡിവിഷൻസ് കറക്റ്റ് ആയിരിക്കും. എളുപ്പമാണ്, ജോലി കുറച്ച് എളുപ്പമാണ്. അപ്പൊ നോർമലി ഒരു ഫസ്റ്റ് കട്ടൊക്കെ കഴിയുമ്പോഴേ ജിബു ചേട്ടൻ ജോയിൻ ചെയ്യാറ്. ഞാൻ വർക്ക് ചെയ്തേക്കുന്ന 2 എന്താ പറയാ ലെജൻഡറി ഡയറക്ടേഴ്സ് എന്ന് പറയും, സിദ്ദിഖ് സാറും ഫാസിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഇവരുടെ മേക്കിംഗ് സ്റ്റൈൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഞാൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നുള്ള ഫിലിമിൽ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. പിന്നെ സിദ്ദിഖ് സാറിന്റെ പരസ്യം ഞാൻ ഇൻഡിവിജ്വലി എഡിറ്റ് ചെയ്തത്. മനോരമയ്ക്ക് വേണ്ടിയിട്ടുള്ള കമേഴ്ഷ്യൽ ഞാൻ എഡിറ്റ് ചെയ്തത്. അപ്പൊ സാറിന്റെ ശൈലി എങ്ങനെയാന്ന് വെച്ചാല് പുള്ളിക്ക് ഫസ്റ്റ് കട്ട് മുതൽ ഇരിക്കണം, എഡിറ്റിലിരിക്കണം. അതായത് എവരി ഷോട്ട് കണ്ട് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എടുക്കുന്ന സമയത്ത് സാർ കൂടി വേണം എന്നുള്ളതാണ് പുള്ളിയുടെ സ്റ്റൈൽ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ചിലര് നമ്മളെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇൻവോൾവ് ആവുള്ളൂ, ചിലര് തുടക്കം ഓരോരുത്തരുടെ. ഇത് ചേട്ടൻ എങ്ങനെയാണ്, നമുക്ക് ഓൺ സ്പേസിലിരുന്ന് നമ്മൾ ചെയ്യുന്നതാണോ അതോ ഇടപെടലുകൾ? ചിലർക്ക് ഇഷ്ടമാണ്, ഓരോരുത്തര് ഓരോന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആ ഒരു ഹോൾ
പ്രോസസ്സ് പൂർത്തിയാക്കണു, ശേഷം കാണുന്നു, അങ്ങനെയൊക്കെ? ഉറപ്പായിട്ടും നമ്മളുടെ സ്പേസിൽ ഇരുന്നിട്ട് ചെയ്യുന്നത് തന്നെയാണ് കംഫർട്ടബിൾ. പിന്നെ ഈ ബാക്കിയുള്ളവരുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ള സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആദ്യം മുഴുവൻ ഫുട്ടേജ് നമ്മളൊന്ന് കണ്ട് ഇതിന്റെ പോസിബിലിറ്റീസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ഒരു ഫസ്റ്റ് കട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞു. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാം. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് പോലെയാണ്. നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ അതിനു മുന്നേ ബാക്കിയുള്ളവർ വരുമ്പോ നമുക്ക് എന്താ വെച്ചാൽ ഈ കണ്ട് ഫുട്ടേജിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും ഞാൻ പറയാം, ഞാനൊരു ഓർഡർ ആക്കിയിട്ട് ഞാൻ വിളിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പല ജോണറുകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ആദ്യത്തെ സിനിമ വെള്ളിമൂങ്ങയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മള് കാണുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അങ്ങനെ കണ്ടുപോകുന്നുണ്ട്. പക്ഷെ എഡിറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഈസി ആണോ? ഈ കോമഡി സിനിമകൾ ചെയ്യാനാണോ ഈസി? ഏതാണ് കുറച്ചുകൂടി ഈസിയർ? ഒരു സിനിമയും എളുപ്പമല്ല. അതായത് ഇപ്പൊ കോമഡി സിനിമയാണെങ്കിൽ പ്രേക്ഷകനെ കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മളുടെ TV ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്ന സ്ഥലത്ത് അത്രയധികം കോമഡി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കോമഡി വന്ന് ആളുകൾ ചിരിക്കണം എന്നുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടാണ്. അങ്ങനെ ഒരു സിനിമ എളുപ്പം എന്ന് പറയാനില്ല. എല്ലാത്തിനും പ്രിപ്പറേഷൻ വേണം, അതിന്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. എന്നാലും ഏതൊരു ജോണർ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളും നമുക്ക് കുറച്ചുകൂടെ ഒരു ജോലിയായിട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് റിപ്പീറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറ്. നമ്മൾ ഒരു കാറ്റഗറിയിൽ പെട്ടുപോവാതിരിക്കുക. അതല്ലെങ്കിൽ ജോലി ഒരേപോലെ ആവും. ഇത് ഇപ്പൊ ചെയ്യുന്നതും കോമഡി, അടുത്തതും കോമഡി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ പറയാ ഒരേപോലെ ആയിപ്പോ ചിന്തിക്കുന്നതും നമ്മളുടെ കാണലുകളും എല്ലാം ഒരേപോലെ ആയിപ്പോ. ഡിഫറന്റ് ആയിട്ട് വരണം എന്നുള്ള തന്നെയാണ് ആഗ്രഹം. നമ്മൾ ചെയ്യാത്ത ജോണറുകളിലുള്ളത് വരണം എന്ന് തന്നെയാണ്. ഇപ്പോ ജിബു ജേക്കബ് സാറിന്റെ സിനിമകളാണെങ്കിൽ ഇപ്പോ വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിലും പല പല ജോണേഴ്സ് ഉണ്ടായിരുന്നല്ലോ അല്ലെ? എല്ലാം ശരിയാകുവാണെങ്കിലും അതൊരു പൊളിറ്റിക്കൽ കൈൻഡ് ഓഫ് സിനിമയാണ്. തലവൻ വീണ്ടും ഒരു ത്രില്ലറാണ്. പിന്നെ കിഷ്കിന്ധാകാന്ഡം ഒരു മെഗാ ത്രില്ലറായിട്ട് അതൊരു സിനിമയാണ്. അങ്ങനെ പല ജോണറുകൾ ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു ജോണർ ചെയ്യാനുണ്ടോ? അങ്ങനെ ത്രൂ ഔട്ട് ഫൈറ്റ് എന്നുള്ള പരിപാടികളൊന്നും ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ വരുന്ന ആക്ഷൻ ഫിലിം ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ചെയ്യാത്തത് കൊണ്ട് മീൻസ് അതങ്ങനെ അങ്ങനത്തെ സിനിമകൾ ചെയ്യാത്തത് കൊണ്ട് അത് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. പിന്നെ എല്ലാം വരട്ടെ. ശരിക്കും നമുക്ക് കാഴ്ചക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അല്ലെങ്കിൽ എന്റെയൊക്കെ ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ്, ഇത് എങ്ങനെയായിരിക്കും ഇത്രയും വലിയ ഒരു പിന്നെ സംഭവം അല്ലെ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ഷോട്ടുകളുള്ള ഒരു സംഗതി. നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്താൽ തന്നെ നമ്മൾ എഡിറ്ററുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അവിടെ മാറ്റണം ഇവിടെ മാറ്റണം അങ്ങനെ കുറെ ചേഞ്ചസ് പറഞ്ഞ് അത് കിട്ടാൻ ഉള്ള ഒരു താമസമുണ്ട്. ഒരു ഫോട്ടോ പോലും നമുക്കിപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പൊ തന്നെ തരുന്ന പരിപാടികളൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും അതിനൊരു താമസം ഉണ്ടല്ലോ, കാലതാമസം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പണി ഇത്ര ഇതായിട്ട് ചെയ്യണേന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഇതിന്റെ ഒരു പ്രോസസ്? എങ്ങനെയാണ്? എഡിറ്റർക്ക് വേണ്ടത് ക്ഷമ തന്നെയാണ്. ഞാൻ നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയാറുള്ള സംഗതി ക്ഷമ. അതായത് ആളുകൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഇരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, മറ്റേ ഭയങ്കര ആക്റ്റീവായിട്ട് ജോലികൾ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ കസേരയെ പിടിച്ചിരുത്താൻ നോക്കിയാൽ നടക്കില്ല ഒരിക്കലും. അപ്പൊ ആദ്യം ചോദിക്കാറുള്ള അതാണ്, നിങ്ങൾക്ക് ഇരിക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് ആദ്യം. ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഇപ്പൊ ആദ്യം ഒരു എഡിറ്റർ ആയിരുന്ന ആള് പിന്നീട് സിനിമാറ്റോഗ്രാഫറായി, അതല്ലെങ്കിൽ സംവിധായകനായി. പിന്നെ ആൾക്ക് തിരിച്ച് എഡിറ്റിംഗ് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വേറൊരു തരം ജോലിയാണ്, നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നത് വേറൊരു സ്റ്റൈലിലാണ്. അപ്പൊ അവർക്ക് പിന്നെ വീണ്ടും വന്ന് ഇരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ അതിൽ യൂസ്ഡായി ആ താളത്തിലായി. അതെ, അങ്ങനെ ഇരുന്നൂല്ലേ. ശരിക്കും ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഡയറക്ടർ ആണ് എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ അല്ലെ, അങ്ങനെ പറയാമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൃത്യമായിട്ട്. ഈ അടുത്ത് ഞാനൊരു ഇന്ദുഗോപന്റെ GR ഇന്ദുഗോപന്റെ ഒരു ഇന്റർവ്യൂല് ഒരു പുള്ളിയുടെ ആൻസർ കേട്ടാണ്. അതായത് കഥകള് ഹിറ്റാവുന്നു. പൊന്മാന്റെ ഇന്റർവ്യൂലായിരുന്നു. കഥകൾ ഹിറ്റാവുന്നു, ചിലത് മോശം റിപ്പോർട്ടുകൾ ഉണ്ടാവുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? സിനിമകൾ സ്ക്രിപ്റ്റ് സിനിമയാവുമ്പോ അതിന്റെ ജയപരാജയങ്ങൾ എങ്ങനെ ബാധിക്കും പുള്ളി പറഞ്ഞു. അത് എന്റെ മാത്രം സിനിമയല്ല, അതിലെല്ലാവർക്കും കഥ പറയാനുണ്ട്. എഴുത്തുകാരനായിട്ടുള്ള എനിക്ക് കഥ പറയാനുണ്ട്, സിനിമാറ്റോഗ്രാഫർക്ക് കഥ പറയാനുണ്ട്, എഡിറ്റർക്ക് ഒരു കഥ പറയാനുണ്ട്, മ്യൂസിക് ഡയറക്ടർക്ക് ഒരു കഥ പറയാനുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് സംവിധായകൻ അയാളുടേതായിട്ടുള്ള കഥ പറയാനുണ്ട്. അങ്ങനെ ഒരു വലിയ കൂട്ടായിട്ടുള്ള ജോലിയാണ്. ഒരു ടീം വർക്കാണ്. ഒരു ക്രിക്കറ്റ് ടീം ജയിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ
ഒരു പ്രോസസ്സാണ്. അതിൽ ഇൻഡിവിജ്വലി അവകാശപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ എഡിറ്റർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ക്രെഡിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. പക്ഷെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്. ഓക്കെ, പക്ഷെ ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും ഇപ്പോ അൽഫോൺസ് പുത്രൻ ചെയ്യുന്ന സിനിമകൾ കാണുമ്പോഴത്തേക്കും തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹം തന്നെ പറഞ്ഞത് പല ഇന്റർവ്യൂസിലും പറഞ്ഞത് കേട്ടിട്ടുള്ളത് അത് എഡിറ്റിംഗിൽ വന്നിട്ടുള്ള ഒരു മാജിക് ആണെന്നുള്ളതാണ്. മലയാള സിനിമകൾ ശരിക്കും ഉണ്ടാകുന്നത് എഡിറ്റിംഗ് ടേബിളിലാണെന്ന് ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഉറപ്പായിട്ടും എഴുത്തുകാരനെ തന്നെയാണ് ശരി. നൈസായിട്ട് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ അത് ഒരിക്കലും എഴുതാതെ നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു നല്ല സിനിമ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞ ഇപ്പൊ ഓക്കെ ഒരു ആവറേജ് മൂവീനെ ചിലപ്പോ ജസ്റ്റ് എബോവ് ആവറേജ് ആക്കാൻ ചിലപ്പോ എഡിറ്റിംഗിൽ പറ്റുമായിരിക്കും. നല്ല കേസിങ്, നമ്മളിപ്പോ എന്താ പറയാ ഒരു നല്ല പാക്കറ്റിൽ പൊതിഞ്ഞ സംഗതി എന്നൊക്കെ പറയുന്ന പോലെ അതിന് ഈ പറഞ്ഞ പോലെ 10-20% ഒക്കെ അപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാതെ എഡിറ്റിംഗിൽ മാത്രമായിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. കുറച്ച് പാടാണ്. അല്ല അങ്ങനെ സിനിമ ഇതിപ്പോ അൽഫോൺസ് പുത്രന്റെ കാര്യത്തിൽ പറയാം. കാരണം അൽഫോൺസ് പുത്രൻ തന്നെയാണ് ഡയറക്ടർ, അൽഫോൺസ് പുത്രൻ തന്നെയാണ് എഡിറ്റർ. അപ്പോ പുള്ളി ചിലപ്പോ പുള്ളി മാർക്ക് കൂടുതൽ കൊടുക്കുന്നത് ഡയറക്ടർ അല്ല എഡിറ്റർ ആയിട്ടുള്ള അൽഫോൺസ് പുത്രനായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറഞ്ഞല്ലേ. ആ പ്രൊജക്ടിൽ അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ ഇതും ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടതാണ്, വായിച്ചറിഞ്ഞൊരു കാര്യം കൂടാണ്. ജനഗണമന എന്ന സിനിമ നല്ലൊരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിന്റെ പല സീൻസും പിന്നെ നമ്മൾ പിന്നീട് ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. സിനിമകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലാണല്ലോ. അപ്പൊ ആ സീൻ ചെയ്യാൻ, ആ കോട്ട് സീൻ ഉണ്ടല്ലോ അതില്, അപ്പൊ ആ സീൻ ചെയ്യാനായിട്ട് പിന്നെ 16 മണിക്കൂറുകളോളം എടുത്തു എന്നിങ്ങനെ പിന്നെ എവിടെയോ വായിച്ചറിഞ്ഞതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 2-2.5 അപ്പൊ ഈ 16 മണിക്കൂറുകളുടെ ഷോട്ട് അതപ്പൊ എത്ര ചെയ്തിട്ടായിരിക്കും അത് കട്ട് ചെയ്തിട്ട് ഒരു ഫൈൻ ഡ്രാഫ്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈൻ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയല്ലേ നമ്മൾ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാടുകൾ, അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമകളുണ്ടോ? ഒരുപാട് പിന്നെ റഷസ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അല്ല, ഫുട്ടേജ് അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ചിട്ടും അതുപോലെ എത്ര റോൾ ചെയ്യുന്നത് അനുസരിച്ച് വ്യത്യാസം വരും ഓരോ സിനിമയ്ക്കും. ഇപ്പൊ ആവറേജ് ഒരു 2.5 മണിക്കൂറുള്ള സിനിമയ്ക്ക് ചിലപ്പോ ഇപ്പൊ ഡിജിറ്റൽ കൂടെ ആയപ്പോ ചിലപ്പോ ഒരു 30 hours 40 hours ഒക്കെ ഫുട്ടേജ് ഉണ്ടാവും മൊത്തത്തില്. 16 hours ഷൂട്ടിംഗ് പോയി എന്ന് പറഞ്ഞാൽ 16 hours റോൾ ചെയ്തു എന്നായിരിക്കില്ല, മീൻസ് അതിന്റെ ഷൂട്ടിംഗ് പ്രോസസ് ആയിരിക്കും. ഒരു ദിവസം മൊത്തത്തില് ഫുൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്കൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫുട്ടേജ് ഉണ്ടാവും ഒരു ദിവസം തന്നെ. അത് ചില സിനിമകൾക്ക് ഈ പറഞ്ഞ 300 ദിവസം ഷൂട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. അതിന്റെ കാര്യം അതൊക്കെ ഈ പറഞ്ഞ ഇയേഴ്സ് ആയിരിക്കും പ്രോസസ്സ്. മണിരത്നം പടം അവരൊക്കെ എനിക്ക് തോന്നുന്നത് എഡിറ്ററൊക്കെ ഒരു വർഷത്തേക്കാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സിനിമയ്ക്ക് വേണ്ടിട്ട് മാറ്റിവെക്കുകയാണ് അല്ലെ? അതിൽ കൂടുതൽ ചിലപ്പോ ഉണ്ടാവില്ലേ? എടുത്തേക്കാം. അതിൽ കൂടുതൽ ഇപ്പൊ 2 വർഷമൊക്കെ പോസ്റ്റ് രാജമൗലി പടങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ. എഡിറ്റിംഗ് കഴിഞ്ഞ് VFX എന്ന് പറഞ്ഞ പ്രോസസ്സും ചിലപ്പോൾ ഇത്രയും സമയം എടുക്കുന്നുണ്ടോ. ഓക്കെ. ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സിനിമ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുന്നത്? ഷൂട്ടിന് ശേഷം എങ്ങനെയാണ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്? അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ വരെ എത്തുന്നത്? ആ ഒരു പ്രോസസ് ഒന്ന് പറഞ്ഞുതരുമോ? അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ സാധാരണക്കാരനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന. എന്നാലും നമുക്ക് കേൾക്കാൻ കൗതുകമുണ്ട്. നോർമലി ഷൂട്ട് ചെയ്യുന്നത് വലിയ അലക്സ അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ പറയുന്ന ക്യാമറകളിലാണ്. അപ്പൊ ആ കണ്ടന്റ് ആക്ച്വൽ ഒറിജിനൽ ഫുട്ടേജ് എന്ന് പറയുന്നത് ഹെവി റെസൊല്യൂഷൻ ഉള്ളതായിരിക്കും. അതായത് 8K റെസൊല്യൂഷനിലുള്ള TB കണക്കിന് ഉണ്ടാവും. ഒരു ദിവസം ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ 2 TB 3 TB ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ എഡിറ്റർക്ക് വേണ്ടിയിട്ട് എഡിറ്ററുടെ മെഷീനിൽ പ്ലേ ബാക്ക് ചെയ്യാവുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതൊരു DIT ടീം എന്നൊരു ടീം ഉണ്ട്, അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ആ ഫുട്ടേജ് ആണ് എഡിറ്റിൽ വരുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക, സിനിമകൾ ചെയ്യുന്നത്. അപ്പോ ഞാൻ മറുപടി അതാണെന്ന് വിചാരിക്കുന്നു ചോദിച്ചത്. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഓരോ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ദിവസം ഇവർ ഷൂട്ട് ചെയ്ത മുഴുവൻ കണ്ടന്റ് നമുക്ക് അന്ന് തന്നെ അയച്ചു തരുക, അങ്ങനെയാണോ ചെയ്യുന്നത്? അതെ, അതായത് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഫുട്ടേജ് അന്ന് രാത്രി അവർ ട്രാൻസ്ഫർ ചെയ്ത് ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ തരും. ഇതിപ്പോ മെയിൽ അയക്കാനൊക്കെ കുറച്ച് സൈസ് കൂടുതലായിരിക്കും. അപ്പൊ ഡ്രൈവിലൊക്കെ ഷെയർ ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ ഹാർഡ് ഡിസ്കിലായിരിക്കും വരുന്നത് കണ്ടന്റൊക്കെ വരുന്നത്. അപ്പൊ അതിനുശേഷം അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും. അതിനുശേഷം സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചില സിനിമകള് സ്ക്രിപ്റ്റിൽ നിന്ന് മാറിപ്പോകാറില്ലേ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴത്തേക്കും? സ്ക്രിപ്റ്റിൽ നിന്നുള്ള ഓർഡർ ചേഞ്ചുകളൊക്കെ ഫൈനൽ എഡിറ്റിൽ സംഭവിക്കാറുണ്ട്.
അത് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഒക്കെ കഴിഞ്ഞിട്ടും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. ഓക്കെ എന്നാലും പക്ഷെ ബേസിക് അസംബ്ലിംഗ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഓർഡറിൽ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അതായതിനു ശേഷം നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ ഇതിനെ റീവർക്ക് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും. പിന്നെ എഡിറ്റർ എന്ന് പറയുന്ന ഒരാള് ഏറ്റവും കൂടുതൽ ഒരു നടന്റെ അല്ലെങ്കിൽ നടിയുടെ നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആളുടെ പിന്നെ പീക്ക് പെർഫോമൻസുകൾ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. അതില് ഏതാണ് ഓഡിയൻസിന് കിട്ടേണ്ടതെന്ന് തീരുമാനിക്കുന്നതും എഡിറ്റേഴ്സ് അല്ലേ. അപ്പോ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കില് ഏറ്റവും ഹൈ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് തന്നെയാണോ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് 100% പറയാൻ പറ്റുമോ? അതെ, ഉള്ളതിൽ ഏറ്റവും ബെറ്റർ അല്ലേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ എന്തായാലും. അതായത് അതിൽ കുറഞ്ഞതൊന്നും വെക്കണം നമ്മൾ തീരുമാനിക്കില്ല. നമുക്കുള്ള പ്രശ്നം ഇതാണ്, അവര് ഒരു വളരെ സമയമെടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസിനെ നമുക്ക് ചിലപ്പോൾ വളരെ ചെറിയൊരു പോയിന്റ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ചില സീക്വൻസുകളിൽ ലീഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിലും ചിലരെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ചില സീക്വൻസുകൾ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അവർക്കൊന്നും അത് എന്താ പറയാ സഹിക്കാൻ പറ്റില്ല. കാരണം അവരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അതൊക്കെ എഡിറ്റിംഗ് എന്താ പറയാ ചീത്ത കേൾക്കുന്ന സമയങ്ങളാണ്. ചിലരൊക്കെ വിളിച്ചു ചോദിക്കും, അതൊന്ന് ആഡ് ചെയ്തിട്ട് OTT വിടുമ്പോ ഒന്ന് ആഡ് ചെയ്ത് വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.